വർഷങ്ങൾക്ക് മുമ്പ് നിലമ്പൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് മാജിക് അക്കാദമി തുടങ്ങാനായിട്ട് താമസം മാറ്റിയ കാലത്ത് കെട്ടിക്കൊണ്ടുവന്ന ഒരു പഴയ ഫയലാണിത്. വെറുതെ ഇതൊന്ന് മറച്ചു നോക്കിയ സമയത്ത് അതിനകത്ത് കണ്ടു ആദ്യമായിട്ട് ഞാൻ അച്ചടിച്ച പോസ്റ്റർ. അതുപോലെ തന്നെ കേരളത്തിലെ ഫൈൻ ആർട്സ് സൊസൈറ്റികളുടെ സെക്രട്ടറിമാർക്ക് ഒരു പരിപാടിയെങ്കിലും തരൂ എന്നാവശ്യപ്പെട്ടുകൊണ്ട് എഴുതിയ ഒരുപാട് കത്തിന്റെ കോപ്പികൾ, പ്രതിഫലം വേണ്ട വേദി മതി എന്നാവശ്യപ്പെട്ടുകൊണ്ട് പല സംഘടനകൾക്കും അയച്ച കത്തുകൾ, ഇങ്ങനെ ധാരാളം പഴയ കാര്യങ്ങൾ. തീർച്ചയായിട്ടും പഴയ ലോകത്തേക്ക് എപ്പോഴെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് മനസ്സിന് ഒരു അനുഭൂതിയാണ്. മറ്റു തരത്തിൽ പറഞ്ഞാൽ, മനസ്സിൽ ഇത്തിരി അഹങ്കാരം നിറഞ്ഞു പോകുന്ന സമയത്ത് പഴയ കഷ്ടപ്പാടുകളുടെ ലോകത്തേക്ക് ഒന്ന് തിരിച്ചു പോകുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് 2-3 കടലാസുകൾ എന്റെ കയ്യിൽപ്പെട്ടത്. വലിയ അക്ഷരങ്ങളിൽ എഴുതിവെച്ച എന്തൊക്കെയോ കാര്യങ്ങൾ. ഇത് പ്രീ ഡിഗ്രിക്ക് ഞാൻ പഠിക്കുന്ന സമയത്ത് എന്നിലെ നെഗറ്റീവുകളെ പോസിറ്റീവുകളാക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു തന്ത്രമാണ്. തീർച്ചയായിട്ടും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുമായി ഇതൊന്ന് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി. ഞാനന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം കുട്ടിക്കാലത്ത് ഞാൻ നൃത്തം പഠിച്ചിരുന്നു. അതിന്റെ പേരിൽ തന്നെ എന്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. എവിടെയെങ്കിലും ചാരി നിൽക്കാതെ എനിക്ക് സ്വന്തമായിട്ട് നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടായിരുന്നു. ആരുടെയെങ്കിലും മുഖത്ത് നോക്കി സംസാരിക്കാൻ എനിക്ക് ഭയമായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ആ നെഗറ്റീവുകളെ മുഴുവൻ പോസിറ്റീവാക്കാൻ വേണ്ടി ചില തന്ത്രങ്ങൾ ഞാൻ ഉപയോഗിച്ചു. ആ തന്ത്രങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അന്ന് ഞാൻ 2 പേപ്പറിലായിട്ട് എൻ്റെ നെഗറ്റീവുകളും പോസിറ്റീവുകളും എഴുതി വെച്ചു. എൻ്റെ പോസിറ്റീവുകൾ ഇതായിരുന്നു: ഞാൻ നന്നായി പഠിക്കും. 2 അധ്യാപകർക്ക് എന്നെ ഇഷ്ടമാണ്. 3 ഞാൻ കലാകാരനാണ്. 4 വായന എനിക്കിഷ്ടമാണ്. 5 എല്ലാവരോടും എനിക്ക് സ്നേഹമാണ്. പക്ഷേ നെഗറ്റീവിൻ്റെ പേപ്പറിൽ എഴുതി വെച്ച പട്ടിക ധാരാളമുണ്ട്. 1 ആരുടെയും മുഖത്ത് നോക്കി ഞാൻ സംസാരിക്കില്ല. 2 സ്റ്റേജിൽ കയറാൻ എനിക്ക് ഭയമാണ്. 3 മൊത്തത്തിൽ എനിക്ക് പേടിയാണ്. 4 എന്നെക്കൊണ്ട് ഒന്നിനും കഴിയുന്നില്ല എന്നൊരു തോന്നൽ. 5 പഠനത്തിൽ എനിക്ക് ശ്രദ്ധിക്കാനാവുന്നില്ല. 6 നാണം. 7 സംസാരിക്കാൻ എനിക്ക് പേടിയാണ്. 8 എന്റെ ഉച്ചാരണം വളരെ മോശമാണ്. 9 പെട്ടെന്ന് എനിക്ക് കരച്ചിൽ വരുന്നു. 10 എല്ലാവരോടും പെട്ടെന്ന് ദേഷ്യം വരുന്നു. ഇങ്ങനെ പട്ടിക നീണ്ടുപോകുന്നു. തീർച്ചയായിട്ടും സുഖ ദുഃഖ സമ്മിശ്രമാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം. നമ്മളിൽ എല്ലാവരിലും തന്നെ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. ഇത് എങ്ങനെ സ്വയം തിരിച്ചറിയാം? ആദ്യം ചെയ്യേണ്ടത് സ്വന്തം മനസാക്ഷിയോട് ചോദിക്കുക എന്നുള്ളതാണ്. അതിന് ആത്മാർത്ഥമായിട്ട് ഉത്തരം കണ്ടെത്തണം. സത്യസന്ധമായ ഉത്തരം കണ്ടെത്തണം. അതിനുശേഷം 2 പേപ്പർ എടുത്ത് മേശപ്പുറത്ത് വെക്കുക. ഒന്നിനകത്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഒന്നിനകത്ത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും സ്വയം എഴുതി വെക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീട്ടുകാരോട്, വിമർശന ബുദ്ധിയോടുകൂടി നിങ്ങളെ കാര്യങ്ങൾ കണ്ടറിയുന്ന കൂട്ടുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരും പറയും നിങ്ങളിലെ പോസിറ്റീവ് എന്താണ്, നിങ്ങളുടെ നെഗറ്റീവ് എന്താണ് എന്നുള്ളത്. ഇത് പേപ്പറിൽ മനോഹരമായി എഴുതി വെക്കുക. ഇങ്ങനെയാണ് എഴുതി വെക്കേണ്ടത് എന്റെ നെഗറ്റീവുകൾ, എന്റെ പോസിറ്റീവുകൾ. ഇനി നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ദിവസവും രാവിലെ 10 മിനിറ്റ് സമയം ഇതിനു വേണ്ടി ചെലവഴിക്കുക. പ്രഭാത കർമ്മങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞതിന് ശേഷം മുറിയിൽ കയറി വാതിലടച്ച് ഒരു കണ്ണാടിയുടെ മുമ്പിൽ ശാന്തമായി ഇരിക്കുക. കണ്ണാടിക്കകത്ത് നിങ്ങൾ കാണുന്ന പ്രതിബിംബത്തെ നിങ്ങളുടെ അതിബോധ മനസ്സായും നിങ്ങളെ ബോധ മനസ്സായിട്ടും ചിത്രീകരിക്കുക. ശ്വാസം ഒരു 10-15 തവണ ഉള്ളിലേക്കെടുത്ത് ശക്തിയായി പുറത്തേക്ക് വിടുക. മനസ്സിനെ ശാന്തമാക്കി നിർത്തിക്കഴിഞ്ഞതിന് ശേഷം നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള കാര്യങ്ങൾ അതിബോധ മനസ്സിനെ നിങ്ങൾ ബോധ മനസ്സ് വായിച്ച് കേൾപ്പിക്കുക. എന്നിലെ പോസിറ്റീവ് എന്താണ്, എന്നിലെ നെഗറ്റീവ് എന്താണ് എന്നുള്ള കാര്യം അതിബോധ മനസ്സിനെ ബോധ്യപ്പെടുത്തുക. 7 ദിവസം ഇത് തുടരുക. ഒരു 3-4 തവണ വായിച്ചു കഴിഞ്ഞതിന് ശേഷം കാര്യം മറന്നേക്കുക. പേപ്പർ അവിടെ എടുത്തു വെക്കുക. ഇനി 7 ദിവസം കഴിഞ്ഞതിന് ശേഷം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ മറ്റൊരു രീതിയിലേക്ക് നമുക്ക് എഴുതേണ്ടതുണ്ട്. ഞാൻ അന്ന് എഴുതി വെച്ചത് ഇങ്ങനെയാണ്: ഞാൻ ധൈര്യവാനാണ്. ആരുടെയും മുഖത്ത് നോക്കി സംസാരിക്കാൻ എനിക്ക് മടിയില്ല. ഞാൻ ധൈര്യവാനാണ്. അകാരണമായ ഭയം എനിക്ക് ഇല്ല. ഞാൻ ധൈര്യവാനാണ്. എന്ത് കാര്യവും ഞാൻ ഏറ്റെടുത്ത് ചെയ്യും. ഞാൻ ധൈര്യവാനാണ്. എൻ്റെ മനസ്സ് ഏകാഗ്രമാണ്. എനിക്ക് സ്ഫുടമായും വ്യക്തമായും സംസാരിക്കുവാൻ കഴിയും. എനിക്ക് ആരോടും ദേഷ്യം വരികയില്ല. എൻ്റെ ക്ഷമാശീലം കൂടിക്കൂടി വരുന്നു. ഞാൻ ധൈര്യവാനാണ്. ഇങ്ങനെ എന്തൊക്കെയാണോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ അതിനെ മറിച്ച് തിരിച്ച് എഴുതി വെക്കണം എന്നർത്ഥം. ഇനിയുള്ള ഒരു 21 ദിവസം ഇതേ 10 മിനിറ്റ് തന്നെ 2 പേപ്പറുകൾ മാറ്റിവെച്ച് കഴിഞ്ഞതിന് ശേഷം പുതിയ പേപ്പറിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കണ്ണാടിയിലുള്ള പ്രതിബിംബത്തെ, അതായത് നിങ്ങളുടെ അതിബോധ മനസ്സിനെ വ്യക്തമായി വായിച്ച് കേൾപ്പിക്കുക. ശ്വാസം ഉള്ളിലേക്കെടുത്ത് ശക്തിയായി പുറത്തേക്ക് വിട്ടുകഴിഞ്ഞതിന് ശേഷം മനസ്സ് ശാന്തമാക്കി ഇത് ഒരു 3-4 തവണ ആവർത്തിക്കുക. പേപ്പർ എടുത്ത് വെക്കുക. 1 മാസം കഴിയുമ്പോഴത്തേക്ക്
നിങ്ങളുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റം എന്താണ് എന്ന് സ്വയം നിരീക്ഷിക്കുക. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തൽക്കാലത്തേക്ക് ഒരു അബദ്ധമായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ നിരന്തരമായ പരിശീലനത്തിലൂടെ ഇതിൽ അത്ഭുതം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഞാനിതാ ഉറപ്പു തരുന്നു. താങ്ക് യു സോ മച്ച്.